മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. കയ്യിലും കാലിലും ചങ്ങലയിട്ട് ബന്ധിച്ചാണ് റാണയെ കൊണ്ടുവന്നത്. മുംബൈയിൽ ആക്രമണം നടത്തിയ ലഷ്കർ ഭീകരർക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതിയായ നിഷാനെ ഹൈദർ നൽകി ആദരിക്കണമെന്ന് തഹാവൂർ റാണ ആവശ്യപ്പെട്ടതായി അമേരിക്ക ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ വേണ്ട. അനൂപ് 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് കിട്ടിയിരിക്കുന്നത്. എൻഐയുടെ വലിയ സംഘം ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയ ശേഷം റാണയിൽ നിന്ന് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അറിഞ്ഞ ശേഷം വേണം അടുത്ത ആളുകളിലേക്കൊക്കെ അന്വേഷണം പോകുമോ എന്നറിയാൻ. എങ്ങനെയാണ് NIA ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് ലഭിച്ചത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഇന്നലെ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ ഏതാണ്ട് 2 മണിക്കൂർ നേരം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പട്യാല ഹൗസ് കോടതിയിൽ റാണയെ ഹാജരാക്കിയത്. അതിനുശേഷം തിരികെ കോടതി നടപടികളെല്ലാം പൂർത്തിയായി തിരികെ എത്തുമ്പോൾ പുലർച്ചെ 3 മണിയായിരുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 18 ദിവസമുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, റാണ ഇന്ത്യയിലെ ഏതൊക്കെ നഗരങ്ങളിലേക്ക് എത്തി, ആരെയൊക്കെ കണ്ടു, എന്തായിരുന്നു ഉദ്ദേശം തുടങ്ങിയിട്ടുള്ളവയാണ്. മാത്രമല്ല ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് വേണ്ടി ഇന്ത്യയിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു, മറ്റേതെങ്കിലും സംഘടനകളുമായോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഈ റാണയെ ഇന്ത്യക്ക് കൈമാറുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതിനൊപ്പം തന്നെ US പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം, ഈ മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ സംസാരിക്കുന്നതിനിടയിൽ ഇവർക്ക്, ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക്, ചാവേറുകൾക്ക് പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന ബഹുമതി നൽകി ആദരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ലഭ്യമാകുമെന്ന് കരുതുന്നു.